സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഒരു വെടിനിർത്തൽ പ്രഖ്യാപനത്തിലൂടെ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ കനത്ത തിരിച്ചടിയിൽ പ്രതിരോധിക്കാനാവാതെ അമേരിക്കയ്ക്ക് മുന്നിൽ പാകിസ്ഥാൻ കീഴടങ്ങുകയായിരുന്നു. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപായിരുന്നു. ട്രംപിന്റെ നടപടി ഇന്ത്യയിൽ വ്യാപകമായ പ്രതിഷേധത്തിന് തിരി കൊളുത്തിയിട്ടുണ്ട്. ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഇന്ത്യക്കാർ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇന്ത്യയിലെ പൗരാണിക പ്രതിപക്ഷ നിര ഒന്നും തന്നെ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഇന്ത്യക്ക് മുകളിൽ അല്ലെങ്കിൽ ഇന്ത്യയും മറ്റ് വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള ഇടപെടലുകളിലോ പ്രശ്നങ്ങളിലോ നയതന്ത്രങ്ങളിലോ ഇന്ത്യയിലെ പ്രതിപക്ഷം ആരും ആഗ്രഹിക്കുന്നു. കോൺഗ്രസ്സുകാരാകട്ടെ, CPM-കാരാകട്ടെ, CPI-കാരാകട്ടെ, ജനതാദളുകാരാകട്ടെ, അങ്ങനെ ജനാധിപത്യ ചേരിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അത് ആഗ്രഹിക്കുന്നില്ല. കാരണം ഇന്ത്യ ചേരിചേരാ നയത്തിൽ അധിഷ്ഠിതമായ വിദേശ നയം രൂപപ്പെടുത്തിയ, അതിന് ലോകാടിസ്ഥാനത്തിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കിയെടുത്ത ഒരു രാജ്യമാണ്. അത്തരം ഭരണകൂടങ്ങളായിരുന്നു കഴിഞ്ഞ വളരെ കാലം ഈ രാജ്യം ഭരിച്ചത്. അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള വിമർശനങ്ങളും മറ്റുമൊക്കെ സ്വാഭാവികമായിരിക്കും. അതുകൊണ്ടായിരിക്കും കോൺഗ്രസ് ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഒക്കെ പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നും ഈ വിഷയം ചർച്ച ചെയ്യണമെന്നും ഒക്കെ ആവശ്യപ്പെടുന്നു. സംഘപരിവാറിന്റെ ഉള്ളിൽ വലിയ പൊട്ടിത്തെറി ഇതുവഴി ഉണ്ടാവുകയാണ്. അതിന്റെ ബഹിർഗമനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്ത, ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കെതിരെ സംഘപരിവാർ ഹാൻഡിലുകൾ അല്ലെങ്കിൽ അതിദേശീയവാദികളായ യുവത മൊത്തം തിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തെ രാജ്യദ്രോഹി എന്നൊക്കെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുദ്ധം എന്നുള്ളത് തുടരേണ്ട ഒന്നായിരുന്നുവെന്നും ഈ രാജ്യത്ത് പല ആളുകളും ആഗ്രഹിക്കുന്നുണ്ട്. യുദ്ധത്തെയും പ്രശ്നങ്ങളെയും ഒക്കെ വലിയ ആവേശപൂർവ്വം കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്തിരുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിദേശീയവാദികളായ ആളുകളുടെ ദേശീയ വികാരം അണപൊട്ടി ഒഴുകുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ യുദ്ധം അതുകൊണ്ട് തന്നെ അവസാനിക്കാൻ പാടില്ല എന്നുള്ളത് അവരുടെ വല്ലാത്തൊരു ആഗ്രഹമായി നമുക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധത്തെ സംബന്ധിച്ച് രാജ്യത്ത് ജനാധിപത്യ ബോധമുള്ള ആളുകൾക്കൊരു കാഴ്ചപ്പാട്. എന്താണത്? അതിർത്തി കടന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിലേക്ക് തീവ്രവാദ പ്രവർത്തനങ്ങളോ ഭീകരവാദ പ്രവർത്തനങ്ങളോ നടത്തുന്ന ആളുകളെ രാജ്യത്തിന്റെ നിയമമനുസരിച്ച് ശിക്ഷിക്കുവാനുള്ള സംവിധാനം ഉണ്ടാവണം. രാജ്യത്തിന്റെ നിയമമനുസരിച്ച് ശിക്ഷിക്കുവാനുള്ള സംവിധാനം ഉണ്ടാകുമ്പോൾ ഒരു രാജ്യമാണ് അത്തരം ചില സംവിധാനങ്ങളിലേക്ക് പോകുന്നതെങ്കിൽ അവിടെ സൈനിക നടപടി തന്നെ സ്വീകരിക്കേണ്ടതുണ്ട്. യുദ്ധം ചെയ്യേണ്ടി വരും, യുദ്ധം ചെയ്യേണ്ടതുണ്ട്. അത്തരം ആളുകളെ നിലയ്ക്ക് നിർത്തേണ്ടതുണ്ട്, ഒതുക്കി നിർത്തേണ്ടതുണ്ട്, അടിച്ചമർത്തേണ്ടതുണ്ട്. അത് ന്യായമായ ഒരു രാജ്യത്തിന്റെ ആവശ്യമാണ്. ഈ ആവശ്യത്തോടൊപ്പമാണ് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഉള്ളത്. എന്നാലോ മറ്റൊരു വിഭാഗം ആ അവസരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിതീവ്രമായ ദേശീയ വികാരം എന്ന നിലയിലുള്ള പൊട്ടിത്തെറികളാണ് സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും വാർത്താ മീഡിയകളിലും ഒക്കെ നടത്തിയത്. അതിദേശീയവാദികളായ ആളുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് സംഘപരിവാറിന്റെ അണികളെ സംബന്ധിച്ച് നരേന്ദ്രമോദിയും അമിത്ഷായും സംഘപരിവാർ RSS നേതൃത്വവും വിയർക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം അവർ ഇതല്ല ആഗ്രഹിച്ചിരുന്നത്. അവർ ആഗ്രഹിച്ചിരുന്നത് ഇതല്ല. അവർ ആഗ്രഹിച്ചിരുന്നത് ഒരു വലിയ യുദ്ധമാണ്. പാകിസ്ഥാനെ സമ്പൂർണമായി ഇന്ത്യയോട് കൂട്ടിച്ചേർത്തുകൊണ്ട് അഖണ്ഡ ഭാരതം രൂപപ്പെടുത്തും എന്നാണ് അവർ കരുതിയിരുന്നത്. അതിനുള്ള സുവർണാവസരമാണ്, അതിനുള്ള ഏറ്റവും നല്ല മുഹൂർത്തമാണ് ആക്രമണം എന്ന് അവർ സ്വപ്നം കണ്ടിരുന്നു. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദികൾ ആക്രമിച്ചു കയറുകയും ഇന്ത്യക്കാരായ 26 പേരെ കൊലപ്പെടുത്തി. അതിന്റെ പ്രതികാര നടപടികളെന്നോണം രാജ്യം ശക്തമായ സൈനിക നടപടി സ്വീകരിച്ചു. ഇന്ത്യൻ ജനത സർക്കാരിനൊപ്പം കാത്തുന്നു. ഇതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം വരുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം വന്നത് വല്ലാത്തൊരു ആഘാതമായാണ് ഇന്ത്യൻ ജനത കേട്ടത്. എന്നാൽ സംഘപരിവാറിന്റെ ആളുകൾക്ക് മുന്നിൽ വല്ലാത്ത നിരാശയുണ്ടായി. മോദിയും അമിത്ഷായും അതുപോലെ തന്നെ RSSും BJPയും ഒക്കെ നാളെ BJPയുടെയും സംഘപരിവാറിന്റെയും പ്രവർത്തകർക്ക് മുന്നിൽ ഏത്തമിട്ട് മറുപടി പറയേണ്ട സാഹചര്യം രൂപപ്പെടും എന്നുള്ളതിൽ തർക്കമില്ല. എങ്ങനെ പോയാലും ഗവൺമെന്റ് രണ്ടർത്ഥത്തിൽ രാജ്യത്തെ ജനങ്ങളോട് മറുപടി പറയേണ്ടതുണ്ട്. ഒന്ന്, സംഘപരിവാറിന്റെ ഉള്ളിൽ അവർ വളർത്തിയെടുത്ത അതിതീവ്രവും ദേശീയവുമായിട്ടുള്ള വികാരങ്ങൾ, ആ വിചാരങ്ങളെ മുഴുവനും കുഴിച്ചുമൂടുന്ന തരത്തിൽ എന്തുകൊണ്ട് യുദ്ധം അവസാനിപ്പിച്ചു എന്ന് BJPയുടെയും RSSന്റെയും പ്രവർത്തകർക്ക് മുന്നിൽ BJP RSS നേതൃത്വത്തോടൊപ്പം നിന്നുകൊണ്ട് സർക്കാരിന് വിശദീകരിക്കേണ്ടി വരും. രണ്ട്, ചേരിചേരാ നയത്തിലൂടെ വ്യക്തമായ ഒരു മൂന്നാം ചേരി രൂപപ്പെടുത്തിയ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ വിദേശ നയങ്ങളെ മുഴുവനും അടിയറവ് വെച്ചുകൊണ്ട് കാശ്മീരിൽ ഉണ്ടായ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുണ്ടായ സൈനിക നടപടി നിർത്തിവെക്കുന്നു എന്ന് എങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് പറയും എന്നുള്ള ജനാധിപത്യ സമൂഹത്തിന്റെ ചോദ്യത്തിനും ഇന്ത്യയുടെ ഗവൺമെന്റ് മറുപടി പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ
99% മുകളിൽ ജനങ്ങൾക്ക് മുന്നിലും സർക്കാർ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ വിശദീകരണം നൽകേണ്ടി വരും എന്നത് യാഥാർത്ഥ്യമാണ്. സംഘപരിവാറിനെ സംബന്ധിച്ച്, RSSനെ സംബന്ധിച്ച് നാഗ്പൂരിലെ അവരുടെ ആസ്ഥാനത്ത് പൂജ ചെയ്യുന്ന അഖണ്ഡ ഭാരതത്തിൽ പാകിസ്ഥാൻ എന്ന വിശാലമായ ആ പ്രദേശം കൂടി ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് എല്ലാ സംഘപരിവാർ പ്രവർത്തകർക്കും അറിയാം. അങ്ങനെയെങ്കിൽ ആ പാകിസ്ഥാനെ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാനുള്ള അവസരത്തെ എന്തുകൊണ്ട് നഷ്ടപ്പെടുത്തി എന്നുള്ളത് RSSകാർക്ക് മുന്നിലെങ്കിലും ഗവൺമെന്റിന് തീർച്ചയായും വിശദീകരിക്കേണ്ടി വരും. ആസാദ് കാശ്മീർ എന്ന് പറയുന്ന പാകിസ്ഥാന്റെ കൈവശമുള്ള കാശ്മീരിന്റെ ഭൂപ്രദേശം എന്തുകൊണ്ട് പിടിച്ചെടുക്കാൻ ഒരു അവസരമുണ്ടായിട്ടും പിടിച്ചെടുക്കാതെ യുദ്ധം നിർത്തി എന്നുള്ളതും അവർക്ക് മുന്നിൽ വിശദീകരിക്കേണ്ടി വരും. ഏതായാലും സർക്കാർ അല്ലെങ്കിൽ BJP നേതൃത്വം, RSS നേതൃത്വം വലിയ ചോദ്യങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പിന്നീട് ആ ചർച്ചകളെ പൂർണ്ണാർത്ഥത്തിൽ കാണാനും ചർച്ച ചെയ്യാനും സാധിക്കട്ടെ. ഇതിന്റെ വലിയ വിശദീകരണങ്ങളും വിശകലനങ്ങളും ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലും മണിക്കൂറുകളിലും നമുക്ക് മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് നമുക്ക് കൂടുതൽ ചർച്ചകളിലേക്ക് കടന്നു വരാം. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.